ഒടുവിൽ അത് സംഭവിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനാണ് ജാമ്യം നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് ജൂൺ 1 വരെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ചില ഉപാധികളും കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ജാമ്യകാലത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതലകൾ വഹിക്കാൻ പാടില്ല. പാർട്ടിയുടെ നേതാവെന്ന നിലയിലാണ് ജാമ്യം. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിൽ വാദം നീണ്ടുപോവുകയാണ്. ഇത് വിലയിരുത്തിയാണ് ഇടക്കാല ജാമ്യം നൽകാൻ കോടതി തീരുമാനിച്ചത്. കേജ്രിവാളിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണിത്. BJPക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയുമാണ്. മെയ് 25-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. EDയുടെ അതിശക്തമായ എതിർപ്പിനെ മറികടന്നാണ് കേജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് മൗലികാവകാശമല്ല, ഭരണഘടനാ അവകാശമോ നിയമപരമായ അവകാശമോ അല്ലെന്നും ജാമ്യത്തെ എതിർത്ത് ED സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. EDയുടെ ഈ വാദങ്ങളെല്ലാം തള്ളിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നടപടി. ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ ജാമ്യം അനുവദിക്കുമെന്ന സൂചന കോടതി നേരത്തെ തന്നെ നൽകിയിരുന്നു. വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച ഉടൻ ഇടക്കാല ജാമ്യത്തെ എതിർക്കാൻ EDക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശ്രമിച്ചു. എന്നാൽ കോടതി ഇത് അനുവദിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ജാമ്യം അനുവദിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു തുഷാർ മേത്തയുടെ വാദം. എന്നാൽ കോടതി ഈ വാദം തള്ളി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഡൽഹി മുഖ്യമന്ത്രിയെ സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ പരിഗണിക്കാനാവില്ലെന്ന പ്രധാനപ്പെട്ട നിരീക്ഷണവും കോടതി നടത്തി. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ അസാധാരണ കേസാണിതെന്നും വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചിരുന്നു. കേജ്രിവാൾ ഒരുപാട് കേസുകളിൽപ്പെട്ടയാളോ സ്ഥിരം കുറ്റവാളിയോ അല്ല. 5 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിളവെടുപ്പ് കാലം പോലെ ഓരോ 6 മാസം കൂടുമ്പോഴുള്ള സാഹചര്യമല്ല ഇതെന്നും കഴിഞ്ഞ ദിവസം ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കോടതി പറഞ്ഞിരുന്നു. കേസിൽ കഴിഞ്ഞ മാർച്ച് 21-നാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. BJP സർക്കാരിൻ്റെ രാഷ്ട്രീയ പകപോക്കൽ എന്ന നിലയിലാണ് അറസ്റ്റിനെ പ്രതിപക്ഷ പാർട്ടികൾ സമീപിച്ചത്. പുറത്തുനിന്ന കെജ്രിവാളിനേക്കാൾ തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാൾ ശക്തനായി മാറുന്ന അവസ്ഥയാണ് പിന്നീട് കണ്ടത്. BJPക്കും നരേന്ദ്രമോദിക്കും ശക്തനായ എതിരാളിയാണ് കേജ്രിവാൾ എന്ന നരേറ്റീവും പ്രബലമായി. കേജ്രിവാളിൻ്റെ അഭാവത്തിൽ ഭാര്യ സുനിതയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സുനിത പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെ ജനപങ്കാളിത്തം എതിരാളികളെ അമ്പരപ്പിക്കുന്നതായിരുന്നു. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് വേണ്ടി ജനങ്ങളോട് സുനിത സംസാരിച്ചു. കേജ്രിവാൾ ജയിലിലേക്ക് പോയ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോഴുള്ളത്. പഴയ ആത്മവിശ്വാസം മോദിക്കും BJPക്കും ഇല്ല. മോദിക്കും BJPക്കും തിളക്കം കുറഞ്ഞു തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ് തീവ്ര ഹിന്ദു ലൈനിലേക്ക് BJP തിരിച്ചു പോകുന്നതും ഈ ദിവസങ്ങൾ സാക്ഷ്യം വഹിച്ചു. പുറത്തിറങ്ങുന്ന കെജ്രിവാൾ തീക്കാറ്റായി മാറുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ എതിരാളികളെ ചുട്ടുചാരമാക്കാൻ ശേഷിയുള്ള തീക്കാറ്റിൽ ആരൊക്കെ ചാരമാകുമെന്ന് കണ്ടറിയണം. ഇരട്ടി പ്രഹരശേഷിയോടെയാണ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ത്യ മുന്നണിക്കും ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ജാമ്യം.